പതഞ്ജലി പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ ബാബ രാംദേവ്. തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമായിരുന്നു ബാബ രാംദേവ് കോടതിയിൽ പറഞ്ഞത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. കോടതിയുടെ മുന്നിൽ കള്ളം പറയരുതെന്നും കോടതിയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതിരിക്കാൻ അത്ര നിഷ്കളങ്കനാണ് താങ്കളെന്ന് കരുതുന്നില്ലെന്നും കോടതി രാംദേവിനോട് പറഞ്ഞു. കേസ് ഈ മാസം 23-ന് പരിഗണിക്കാനായി മാറ്റി. മാപ്പ് പറഞ്ഞുകൊണ്ട് ഇരുവരും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കോടതി നേരത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇന്ന് കേസ് കോടതിയുടെ പരിഗണനയ്ക്കെടുത്തപ്പോൾ ഇരുവരും നിരുപാധികം മാപ്പ് പറയുന്നതായി സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇരുവരോടും സംസാരിക്കാൻ ജസ്റ്റിസുമാരായ ഹിമ കോലിയും എ അമാനുള്ളയും അടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് പിഴവ് സംഭവിച്ചെന്നും ക്ഷമിക്കണമെന്നും ബാബ രാംദേവ് കോടതിയോട് അപേക്ഷിച്ചെങ്കിലും ഈ ക്ഷമ ചോദിക്കൽ ഹൃദയത്തിൽ നിന്നുള്ളതല്ലെന്ന് കോടതി വിമർശിച്ചു. ഒരു പാരഗ്രാഫിലാണോ കോടതിക്ക് മറുപടി നൽകേണ്ടത് എന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ പറയാം എന്നത് എന്ത് പ്രയോഗമാണെന്നും കോടതി ചോദിച്ചു. കോടതിയിൽ ഉറപ്പ് നൽകിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രസ്താവന നടത്തിയത്. എല്ലാ തലവും ലംഘിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഇത്രയും കാലം കണ്ണടച്ചത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്നും കോടതി പറയുകയും ചെയ്തു. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അലോപ്പതി ഉൾപ്പെടെ മറ്റ് ചികിത്സാരീതികളെ വിമർശിക്കാവൂ എന്ന് ഇരുവരോടും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ ലക്ഷ്യം വച്ചല്ല കോടതി അലക്ഷ്യ നടപടിയെന്നും എല്ലാവരും നിയമമനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നടപടിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇരുവരുടെയും മാപ്പ് അംഗീകരിക്കുന്നുവോ നിരാകരിക്കുന്നുവോ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. ഏപ്രിൽ 23-ന് ഇരുവരോടും സുപ്രീം കോടതിയിൽ ഹാജരായിരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നടന്ന വാദത്തിനിടെ പതഞ്ജലി സ്ഥാപകരെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഹരിദ്വാർ ആസ്ഥാനമായുള്ള കമ്പനിക്കെതിരെ പ്രവർത്തിക്കാത്തതിന് ഉത്തരാഖണ്ഡ് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കോടതി വിമർശിച്ചിരുന്നു. ഇതിനു പുറമെ രാംദേവിന്റെയും ബാലകൃഷ്ണയുടെയും 2 സെറ്റ് മാപ്പപേക്ഷകളും കോടതി തള്ളി. തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയെന്നാണ് പതഞ്ജലിക്കെതിരായ കേസ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി ഉന്നയിച്ചത്. അലോപ്പതി അടക്കമുള്ള ആരോഗ്യ ശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നായിരുന്നു പരാതി. പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയെങ്കിലും ഇവരാരും പ്രതികരിച്ചില്ല. പിന്നീട് കോടതിയലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ടു പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് ബാബ രാംദേവിന് സുപ്രീം കോടതിയുടെ വക രൂക്ഷ വിമർശനം ഏൽക്കേണ്ടി വന്നതും. അതേസമയം അധിക പണം പതഞ്ജലിയുടെ പക്കലുണ്ടെന്ന് അറിയാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ബാബ രാംദേവിനെ കക്ഷിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ രാംദേവ് സന്യാസി എന്ന അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ അതിവിടെ വിഷയമല്ലെന്നായിരുന്നു സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് എ അമാനുള്ളയുടെ പ്രതികരണം.